ഞാൻ എൻ്റെ പൊസിഷൻ ഈ വിഷയത്തിൽ ആദ്യമേ പറയാം. പിണറായി വിജയൻ ഈ ചടങ്ങിൽ പങ്കെടുത്തതിനോട് എനിക്ക് വിയോജിപ്പില്ല. അത് തീർച്ചയായും SNDP പോലൊരു സംഘടനയിലെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുന്ന വെള്ളാപ്പള്ളി നടേശൻ 30 വർഷം പൂർത്തിയാക്കുമ്പോൾ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ ചേർത്തല യൂണിയൻ ഒരു സ്വീകരണം ഒരുക്കുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അത് ഈ വിവാദ പരാമർശത്തിന് മുമ്പ് നിശ്ചയിക്കപ്പെട്ടിരുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റില്ല. പക്ഷേ പങ്കെടുത്തു പറഞ്ഞ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അർഹിക്കുന്നതിലും അധികമായി എന്നതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ടേക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഇപ്പോൾ സരസ്വതി വിലാസം എന്ന് പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ സരസ്വതി വിലാസമാണോ വെള്ളാപ്പള്ളി നടേശൻ ഉള്ളത്? നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ കൂടുതലും കേട്ടിരിക്കുന്നത് വിവാദപരമായിട്ടില്ലേ? ഇതേ കേരളത്തിൽ തന്നെയല്ലേ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ ഒരു FIR ഇട്ടിരിക്കുന്നത്? ആ FIR ഇട്ടിരുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ്? നൗഷാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. എന്ന് അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയുമോ? ഈ എന്തെങ്കിലും നേട്ടം സർക്കാരിൽ നിന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമായിട്ട് മരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ആലപ്പുഴയിൽ പോയി ഈ ചേർത്തല യൂണിയൻ നൽകിയ ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് ഇത്രയും അധികം പുകഴ്ത്തൽ നടത്തിയത്? ഒറ്റ കാര്യമേ ഉള്ളൂ, തിരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ കൗശലം എന്നതാണ് ഞാനതിൽ കാണുന്നത്. ഇറ്റ് സിമ്പിൾ പൊളിറ്റിക്കൽ അരിത്തമാറ്റിക്സ്. വളരെ ലളിതമാണ്. നമ്മൾ ഈ ആലപ്പുഴയിലെ മണ്ഡലത്തിലെ തന്നെ കാര്യം നോക്കൂ. ആലപ്പുഴ മണ്ഡലത്തിൽ ആരിഫിന് 2019 ഉണ്ടായിരുന്നതിനേക്കാൾ 8% വോട്ടിൻ്റെ കുറവാണ് 2024 ഉണ്ടാവുന്നത്. 1 ലക്ഷത്തോളം വോട്ടുകൾ മറുഭാഗത്ത് പോയി. എങ്ങോട്ടാ പോയത്? നേരെ പോയത് ശോഭാ സുരേന്ദ്രൻ്റെ പക്കലേക്കും കൂടെ പോയത്. ശോഭാ സുരേന്ദ്രന് 11% വോട്ട് വർധനമാണ് ഉണ്ടായത്. 1 ലക്ഷം വോട്ട് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി. പോയതെല്ലാം ഈ പറയുന്ന ആരിഫിൻ്റെ വോട്ടിൽ നിന്നാണ്. CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ഈഴവ വോട്ടുകൾ, തെക്കൻ കേരളത്തിൽ ഈഴവ വോട്ടുകളും വടക്കൻ കേരളത്തിൽ അതിൽ അത്രയും പോയിട്ടില്ലെങ്കിൽ പോലും തീയ വോട്ടുകളും BJP ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത. എന്തിന്? പിണറായി വിജയൻ്റെ പിണറായി ബൂത്തിൽ പോലും 53-ൽ നിന്ന് 115-ലേക്കാണ് ധർമ്മടത്ത്. പിണറായി വിജയൻ്റെ ധർമ്മടം ബൂത്തിൽ പോലും 53-ൽ നിന്ന് 115-ലേക്ക് BJP വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീയ വിഭാഗങ്ങളുടെ പിന്തുണയാണ്. ചെറിയ വർധനമാണ്, പക്ഷേ ആ വർധനവിനെ വളരെ ഗൗരവമേറിയ ഒരു മാറ്റമായിട്ടാണ് CPM കാണുന്നത്. അത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ കാലങ്ങളായിട്ടുള്ള പാരമ്പര്യ വോട്ട് ബാങ്കിലേക്കുള്ള BJP-യുടെ കടന്നുകയറ്റം, അതിനെ പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ളതിൻ്റെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയുള്ള പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ കണ്ടത്. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ കൗശലമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഇടതുപക്ഷം പിന്തുടരുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ ഒരു വേദിയായിട്ട് ഞാനതിനെ കണക്കാക്കുന്നില്ല. കാരണം അമിതമായി വെള്ളാപ്പള്ളി നടേശൻ അർഹിക്കുന്നതിലും അധികം വലിയ പുകഴ്ത്തലുകൾ നൽകുമ്പോൾ, സരസ്വതി വിലാസം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് വികട സരസ്വതി വിലാസമാണ് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. വളരെ കൃത്യമായി മുൻധാരണയോടുകൂടി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. നല്ല ഒന്നാന്തരം ഇസ്ലാമോഫോബിക്കായ ഒരു സാമുദായ നേതാവാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. ഇസ്ലാമോഫോബിക്കായെന്നത് ആദ്യഘട്ടത്തിലല്ലല്ലോ. ഒരു മാൻഹോളിൽ ഇറങ്ങിയ ഓട്ടോ ഡ്രൈവറുടെ കാര്യത്തിൽ പോലും ആ ഇസ്ലാമോഫോബിക്കായ ഒരു പരാമർശം നടത്താൻ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സരസ്വതി വിലാസം എന്ന് വിശേഷിപ്പിച്ചത് രാഷ്ട്രീയമായി ഒട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു നിലപാടല്ല എന്നതാണ് എൻ്റെ ടേക്ക്. ഇനി എന്തുകൊണ്ടാണ് ഇത് ഞാൻ പറയാൻ കാരണം? മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ചാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രസംഗം കേട്ട നമുക്കെല്ലാവർക്കും അറിയാം ആ ജില്ലയെക്കുറിച്ച്, ആ ജില്ലയിൽ താമസിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മലപ്പുറം ജില്ല ചില പ്രത്യേക ആളുകളുടെ രാജ്യമാണ്, സംസ്ഥാനമാണ് എന്ന മട്ടിലാണ്. മലപ്പുറം പ്രത്യേക രാജ്യം, സ്വതന്ത്രമായി ജീവിക്കാനാവില്ല എന്നുള്ളതാണ്. എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ. 70% വരുന്ന മലപ്പുറത്തിൻ്റെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം മുസ്ലിം സമുദായമാണ് എന്നൊരൊറ്റ കണക്കാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. രണ്ടാമത്തത്, തീയ സമുദായത്തിന് വളാഞ്ചേരിക്കും അപ്പുറത്തേക്ക് SNDP-ക്ക് കാര്യമായ ശാഖകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു കണക്കുമാണ് മുൻപിലുള്ളത്. എന്നാൽ 13 ജില്ലകളിലും ഏറെക്കുറെ ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളാണ്. അതിൽ ഹിന്ദു ഭൂരിപക്ഷ ജില്ലയാണ് ആലപ്പുഴ. പക്ഷേ അതിനെ നിങ്ങൾ ഒരിക്കലും അതൊരു സെപ്പറേറ്റ് രാജ്യമായിട്ട് പറയുന്നില്ല. അവിടെ 69% ഹിന്ദു പോപ്പുലേഷൻ ഉണ്ട് ഈ പറയുന്ന ആലപ്പുഴയിൽ. 10% താഴെയാണ് കേട്ടോ സലാമാണ്. പക്ഷേ അത് നോക്കൂ, ഒരു ഹിന്ദു മണ്ഡലമായിട്ടല്ലല്ലോ നമ്മളതിനെ കണക്കാക്കുക, ഒരു ഹിന്ദു ജില്ലയായിട്ടല്ലല്ലോ ആലപ്പുഴയെ കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമായി കണക്കാക്കുക? അപ്പോൾ ഇത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന നാൾ മുതൽ
1969 EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭരണകാലത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന നാൾ മുതൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. കുട്ടി പാകിസ്ഥാനാണ്, ഇത് മാപ്പിളസ്ഥാനാണ് എന്ന തരത്തിലുള്ള പരാമർശം. എന്തിന് പാലക്കാട് ഒരു ആന ചെരിഞ്ഞാൽ അത് മലപ്പുറത്ത് ആന ചെരിഞ്ഞതാണെന്നും മലപ്പുറത്തെ അക്രമാസക്തരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഫലനമാണെന്ന് മേനകാ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇതേ മലപ്പുറത്തെക്കുറിച്ച്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ അത്ര വേഗം ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പക്ഷേ അത്ഭുതപ്പെടുത്തുമ്പോഴും അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഏറെക്കുറെ ഉറപ്പാണ്. ഇനി ഞാൻ മലപ്പുറത്തെക്കുറിച്ചൊരു കാര്യം കൂടി പറയാം. അത്രമേൽ മലപ്പുറത്തെ ജനതയെ ഒരു പ്രത്യേക രാജ്യമായി കണക്കാക്കേണ്ട പ്രദേശമായി മലപ്പുറം അല്ല എന്നാണ് എൻ്റെ ടേക്ക്. നമ്മൾ കഴിഞ്ഞ തവണ വിശദമായി ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ഭാഗമായി അടുത്ത കാലത്ത് കണ്ടൊരു ലേഖനത്തിൽ പറയുന്ന വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവ കഥയുണ്ട്. എന്താണ്, ശ്രീധരൻ എന്ന് പറയുന്ന ഒരാൾ ഒമാനിൽ നിന്ന് സ്വന്തം ഉമ്മയായ സുബൈദ മരിച്ചപ്പോൾ എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അടുത്ത കാലത്ത് വീണ്ടും ചർച്ചയായിട്ടുണ്ട്. എന്താ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്? ആരാണ് ശ്രീധരൻ? ശ്രീധരൻ്റെ അമ്മ ചക്കി ശ്രീധരൻ്റെയും 2 പെൺകുട്ടികളുടെയും സഹോദരിമാരുടെയും നന്നേ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ആ ശ്രീധരനെയും 2 സഹോദരിമാരെയും ഒപ്പം വളർത്തുന്നത് സുബൈദ എന്ന് പറയുന്നൊരു ഉമ്മയാണ്. ആ സുബൈദ ഉമ്മയുടെ ഭർത്താവായ മദ്രസയിൽ പഠിപ്പിക്കുന്ന അസീസ് ഹാജിയും ചേർന്ന് ഇവരെ ഹിന്ദുമതത്തെ വിശ്വാസമുള്ള ശ്രീധരനായും സഹോദരിമാരായിട്ടും വളർത്തുകയാണ്. ഒടുവിൽ ഉമ്മ മരിച്ചു പോകുമ്പോൾ വളരെ വേദനയോടുകൂടി പറയുന്നു, ഉമ്മയുടെ വിളി ഈ പറയുന്ന അള്ളാഹു കേട്ടു എന്ന് ഒമാനിൽ ഇരുന്നു കൊണ്ട് ശ്രീധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അങ്ങനെയുള്ള സുബൈദമാരുടെ നാടാണ്. നോക്കൂ, EMS നമ്പൂതിരിപ്പാടിൻ്റെ നാടാണ്. കെ ദാമോദരൻ പാട്ടവാക്കി എഴുതിയ കെ ദാമോദരൻ്റെ നാടാണ്. എഴുത്തച്ഛൻ്റെ നാടാണ്. പൂന്താനത്തിൻ്റെ നാടാണ്. എന്തിനേറെ പറയണം, മലയാളത്തിലെ മഹാകവികൾ കുമാരനാശാൻ്റെ ഈ SNDPയുടെ തലപ്പത്തിൽ 16 വർഷം ഇരുന്ന കുമാരനാശാൻ്റെ നാടാണ്. എന്തിനേറെ പറയണം, വള്ളത്തോളിൻ്റെയും ഈ പറയുന്ന ഇടശ്ശേരിയുടെയും നാടാണ്. പൂന്താനത്തിൻ്റെയും മേൽപ്പത്തൂരിൻ്റെയും നാടാണ് എന്നുള്ളതൊക്കെ മറന്ന് വളരെ വേഗം അതിനെ ഒരു പ്രത്യേക രാജ്യമായി സ്ഥാപിക്കാൻ നടത്തിയ തിടുക്കമുണ്ടല്ലോ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ല രൂപീകരിച്ചത് മുതൽ അങ്ങോട്ട് രൂപപ്പെട്ടു വരുന്ന അതിനെ പാകിസ്ഥാനായും മിനി പാകിസ്ഥാനായും കുട്ടി പാകിസ്ഥാനായും മാപ്പിളസ്ഥാനായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നതിനുള്ള അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആശയമാണ്. യഥാർത്ഥത്തിൽ അതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇസ്ലാമോഫോബിക്കായ ലക്ഷണമൊത്ത ഇസ്ലാമോഫോബിക്കായ ഒരു സമുദായ നേതാവിനെ ഇത്രമേൽ വാഴ്ത്തിപ്പാടേണ്ടതുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് കേവലം വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കൗശലമാണെങ്കിൽ പോലും അതെല്ലാം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വാക്കുകളാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഒരാൾ വെറും വാക്ക് പറയാറില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈഴവ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കം നടത്തുമ്പോൾ, അതും നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരിക്കുന്ന നേതാവ് അതേ സ്ഥാനത്ത് തന്നെ ഇതേ വാക്കുകൾ ഉച്ചരിച്ചിട്ടും വെറുപ്പുളവാക്കുന്ന, ഒരുപക്ഷെ അറപ്പുളവാക്കുന്ന, വിഷം വമിപ്പിക്കുന്ന, വർഗീയത നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിച്ചിട്ടും അതിനെതിരെ ചെറുവിരലനക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ വേദിയിൽ വെച്ച് പിണറായി വിജയൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഇത്തരം സാഹചര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളത് കൊണ്ട് ജാഗ്രതയും കൂടുതൽ ബോധ്യവും വക്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇസ്ലാമോഫോബിക്കായ ഒരാൾ വായ തുറന്നാൽ മുഴുവൻ ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇത് ആദ്യമായിട്ടല്ലല്ലോ പറയുന്നത്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹം ചോദിക്കുന്നൊരു വാചകമുണ്ടല്ലോ, മലപ്പുറത്ത് പാവപ്പെട്ട ഈ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ്. മലപ്പുറത്ത് ഈഴവർക്കായി തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ, പിന്നോക്ക വിഭാഗക്കാർക്ക് ഒരു പള്ളിക്കൂടമോ കോളേജോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇല്ല. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? അവിടുത്തെ ഏതെങ്കിലും ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് മലപ്പുറത്ത് പഠിക്കാൻ കഴിയാതെ പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മലപ്പുറത്തെ ഏതെങ്കിലും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു അധ്യാപകന്, യോഗ്യതയുള്ള ഒരു അധ്യാപകന് ഏതെങ്കിലും സർവീസുകളിൽ പ്രവേശനം ലഭിക്കാതെ പോയ സാഹചര്യം ട്രസ്റ്റിന്റെ എയ്ഡഡ് കോളേജ് അനുവദിച്ച് അതുമായി ബന്ധപ്പെട്ട അധ്യാപക നിയമനം നടത്തുന്നതിന്റെ സാമ്പത്തിക ലാഭമാണ് പ്രശ്നം. അവിടെയാണ് ഫസൽ ഗഫൂർ എനിക്കൊരു വാർത്ത അയച്ചു തന്നിരുന്നു. കൊടുങ്ങല്ലൂരിലെ മണപ്പാട് കുഞ്ഞു മുഹമ്മദ് ഗാജി, അദ്ദേഹത്തിന്റെ എനിക്ക് വന്ന മുത്തശ്ശനാണെന്ന് തോന്നുന്നു, SNDP യോഗത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് സംഭാവന ചെയ്ത് 25 ഏക്കർ സ്വീകരിക്കാൻ SNDP യോഗത്തിന്റെ 50ാം വാർഷിക കോൺഫറൻസ് തീരുമാനിച്ചു. എപ്പോഴാണ്? 1953. അന്ന് മുതൽ ഇതൊക്കെ ഉണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മലപ്പുറത്തെ കുറിച്ച് എന്തറിയാം യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെന്നുള്ള? ഒന്നും അറിയില്ല. ഒറ്റക്കാര്യം മാത്രമേ അറിയുള്ളൂ. തെക്കൻ കേരളത്തിലുള്ളതുപോലെ SNDPയുടെ SN ട്രസ്റ്റിന്റെ ഏതെങ്കിലും തരത്തിൽ സ്ഥാപിത താല്പര്യമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വഴങ്ങുന്നൊരു സമുദായമായി മലപ്പുറത്തെ തീയ സമുദായം മാറിയിട്ടില്ല. അവർ എണ്ണത്തിൽ കുറവാണെങ്കിലും ഗുണനിലവാരത്തിൽ അവർ മെച്ചപ്പെട്ട മനുഷ്യർ തന്നെയാണ്. ആ മനുഷ്യരെക്കുറിച്ചാണ് പല ആളുകളും പറയാറുണ്ട്, പച്ച മനുഷ്യരെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അങ്ങോട്ട് പോയി നോക്കണം എന്ന് പറയാറുണ്ട്. ശ്രീധരനെയും സുബൈദയെയും കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ആ മണ്ണ് നമുക്ക് നൽകുന്ന സാംസ്കാരിക
സാംസ്കാരികമായിട്ടുള്ളൊരു ഉണർവുണ്ട്. നമ്മൾ ആദ്യം ഭാഷ ചൊല്ലിപ്പഠിച്ചത്, ഭാഷയെക്കുറിച്ചുള്ള ആദ്യത്തെ ചിന്തകൾ വരുന്നത്, ഭാഷയുടെ പിതാവിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ പാട്ടവാക്കിയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന മണ്ണാണ്. എന്തിനേറെ വാരിയംകുന്നനെ പോലെയുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ, ഈ പറയുന്നത് പോലെ ആലിക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയെ, സൂഫി സംഗീതത്തിൻ്റെ സജീവതയുള്ള സാംസ്കാരിക വൈവിധ്യമുള്ള ഒരു നാടിനെ, മലയാള സാഹിത്യത്തിൻ്റെയും കവിതയുടെയും വലിയ ഭക്തിസാന്ദ്രമായ, അത് ആത്മീയതയിൽ ഒരു ഭാഗത്ത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, മറുഭാഗത്ത് മമ്പറം തങ്ങളുടെ ആത്മീയത, ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന മതേതരത്വത്തിൻ്റെ ഒരു മണ്ണ് നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ കഴിയുക വെള്ളാപ്പള്ളി എന്നുള്ളതാണ് ചോദ്യം. ആ സാംസ്കാരികമായി കെട്ടുറപ്പുള്ള ഒരു നാടിനെ നിങ്ങൾ അധിക്ഷേപിച്ചതൊട്ടും ശരിയായില്ലെന്ന് മാത്രമല്ല, അങ്ങനെ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശനെ പരിധിയില്ലാത്ത വിധം പുകഴ്ത്തിയ പിണറായി വിജയനും ആ അർത്ഥത്തിൽ സാംസ്കാരികമായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രസ്താവനകളല്ല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് വോട്ടുറപ്പിക്കാനുള്ള കൗശലമാണ്. അതുകൊണ്ടാണ് ഞാൻ കണക്ക് പറഞ്ഞത്. 23% വരുന്ന ഈഴവ വോട്ടിലെ 56% LDF വോട്ട് അതേ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുക, ബാക്കിയുള്ള വോട്ടുകൾ BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കാനും ഉള്ള ശ്രമമായിട്ടാണ് ഞാനിതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പിന്തുണ എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പോകുന്നത്, മൂന്നാമതും പിണറായി വിജയൻ തന്നെയാണ് ഭരിക്കുക എന്ന് പറഞ്ഞു പോകുന്നത് ഒരു സമുദായത്തിന് പ്രമാണിയാണ്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാലോ. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാന സർക്കാരിന് വെള്ളപൂശും, മറുഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ കേന്ദ്ര സർക്കാരിന് വെള്ളപൂശും. ഈ രണ്ട് സർക്കാരും കൂടി വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബത്തിന് വെള്ളപൂശും. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. രണ്ട് വള്ളത്തിലും കാല് വെച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് കേരളത്തിൽ കാണുന്നത്. അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസ് എങ്ങും എത്തില്ല. ഒരു ED റെയ്ഡും ഒരു തവണ എത്തി, പിന്നീട് അങ്ങോട്ട് കടന്നു ചെല്ലില്ല. ഒരു തരത്തിലും നിങ്ങളുടെ പേരിലുള്ള FIR ഇട്ട കേസുകളൊന്നും ആ രീതിയിൽ വേഗത്തിൽ കോടതിയിലേക്ക് എത്തില്ല എന്നൊരു മാറ്റമുണ്ട്. SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുമ്പോഴും അതൊന്നും വലിയ വാർത്തയായോ വലിയ കേസായോ മാറില്ല എന്നുള്ളതാണ് മെച്ചം. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇനിയും ഇടത് സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും, മറുഭാഗത്ത് മകനും ഭാര്യയും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ രണ്ട് സർക്കാരും കൂടി വെള്ളാപ്പള്ളി നടേശനെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ബാങ്ക് ബാലൻസ് കൂടിക്കൊണ്ടിരിക്കും എന്നതല്ലാതെ ഈഴവ സമുദായത്തിൻ്റെ ബാങ്ക് ബാലൻസും ജീവിതത്തിൽ വലിയ മാറ്റവും ഉണ്ടാവില്ല എന്നതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ വോട്ടുറപ്പിക്കാനുള്ള വേദി എന്നതായിരുന്നു ചോദ്യം. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. Meet the editors.